മഴക്കാറ് മാനത്ത് കാണുമ്പോൾ തവളകൾ ശബ്ദമുണ്ടാക്കും. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നാൽ ഇഡിക്ക് കേരളത്തിൽ വരാതിരിക്കാൻ പറ്റില്ല. വലിയ പെരുന്നാളിന് വാപ്പ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ചെറിയ പെരുന്നാളിന്. ഡോക്ടർ ഗോപൻ, ഇഡിയുടെ വലയാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്. അതേസമയം സന്നിധാനത്ത് ഇന്നലെ ഉത്തരവിൽ പറഞ്ഞ പ്രകാരം തന്നെ SIT വിപുലമായ പരിശോധന അവരുടെ രീതിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇഡിയുടെ നീക്കത്തെ CPM എങ്ങനെയാണ് സമീപിക്കുന്നത്? ശ്രീ അയ്യപ്പദാസ്, ശബരിമല പ്രശ്നമില്ലെങ്കിലും ഇഡി കേരളത്തിൽ വരും. മഴക്കാറ് മാനത്ത് കാണുമ്പോൾ തവളകൾ ശബ്ദമുണ്ടാക്കും. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നാൽ ഇഡിക്ക് കേരളത്തിൽ വരാതിരിക്കാൻ പറ്റില്ല. ഇഡിയെക്കുറിച്ച് വളരെ സത്യസന്ധമായിട്ടിവിടെ പറയാൻ ശ്രമിച്ച ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം മാറ്റിവെക്കുന്ന കാര്യം, നേരത്തെ ഒരു സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വലിയ ചർച്ചയുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. വിമാനത്താവളം വഴി വന്ന സ്വർണം, പിന്നെ അതിന് വിമാനത്താവളം വഴി മാത്രമല്ല ബിരിയാണി ചെമ്പിനകത്ത് വന്നു, അതുപോലെ ഈന്തപ്പഴത്തിനകത്ത് അതിൻ്റെ കുരുവിന് പകരമായിട്ട് സ്വർണം കയറി വന്നു, പിന്നെ ഖുറാനകത്ത് സ്വർണം കയറി വന്നു. എവിടെയാണ് ഈ സ്വർണം? എന്താ ഇഡി നാട്ടുകാരോട് പറയാത്തത്? ആ സ്വർണം എങ്ങോട്ട് പോയി എന്ന് പറയാത്തത് എന്താ ഇതുവരെ ഇഡി ഒളിച്ചു കളിക്കുന്നത്? ഇനി ഇഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ പുറത്താക്കിയല്ലോ അതിൽ നിന്ന്. ആ ഉദ്യോഗസ്ഥനല്ലേ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അന്വേഷണം നടത്തിയത്? അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിയ അന്വേഷണത്തിൽ എത്രയോ ആളുകളോട് ആ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആരെല്ലാം അതിൻ്റെ പേരിൽ പുറത്താക്കിയ കാര്യങ്ങൾ? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനല്ലേ നിങ്ങൾ പറഞ്ഞു വിട്ടത്? അവസാനം ആ ഉദ്യോഗസ്ഥനെ പുറത്താക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഇഡി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസി അല്ല, അത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അന്വേഷിക്കുന്നതാണ്. അത് ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് അയച്ചു. എത്ര പരിഹാസ്യമായി! തോമസ് ഐസക്ക് ചെന്നോ? തോമസ് ഐസക്ക് പോയത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി ചെന്നപ്പോഴോ ഹൈക്കോടതി ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിപ്പിച്ചതെന്ന് പറയാൻ പറഞ്ഞു. ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇഡി ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അങ്ങ് സമീകരിക്കാൻ പരിശ്രമിച്ചത് ശങ്കർദാസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന ശങ്കർദാസിന്റെ വീട്ടിൽ പോകാത്തതിനെയാണ് സമീകരിക്കുന്നത്. ഈ ശബരിമല സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വന്നിട്ടുള്ളത് ദേവന്റെ അനുജ്ഞയെന്ന് പറഞ്ഞ് മനുഷ്യമഹാസമുദ്രത്തെ തെറ്റിദ്ധരിപ്പിച്ച്, വിശ്വാസ സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് ദേവന്റെ അനുജ്ഞ എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിലാദ്യമായി ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കാത്ത, ഒരു ശാസ്ത്രജ്ഞയും കണ്ടുപിടിക്കാത്ത കോൺക്രീറ്റിൽ ചിതലരിക്കുന്ന ചിതലുകൾ ലോകത്തുണ്ട് എന്ന് ആദ്യമായി കണ്ടുപിടിച്ച, അക്കാര്യത്തിൽ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ശ്രീ അജയ് തറയിൽ, ശ്രീ തന്ത്രി രാജീവ് കണ്ഠരര്, ഇവർ മൂന്നുപേരും ത്രിമൂർത്തികളാണ് ഇങ്ങനെ ഒരു ശാസ്ത്ര സത്യം ലോകത്തോട് വെളിപ്പെടുത്തിയത്. അങ്ങനെയുള്ള തന്ത്രിയുടെ വീട്ടിൽ ഇഡി പോകണ്ടെന്ന് കരുതിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു ഇടുക്കി ജില്ലയിലെ RSSന്റെ പ്രഭാരിയാണ് എന്നുള്ളത് കൊണ്ടാണെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അങ്ങ് അതിനെ എങ്ങനെയാ നേരിടുന്നത്? ശങ്കർദാസിനെ വെച്ച് നേരിടുവോ? അതുകൊണ്ട് ഇഡി അന്വേഷിച്ച്, ഞങ്ങൾക്ക് ഇഡി അന്വേഷിക്കുന്നതിനുള്ള പ്രയാസം കൊണ്ടാണോ, മടിയിൽ കനമുള്ളത് കൊണ്ടാണോ? SITയെ കുറിച്ച് ബഹുമാന്യ ഹൈക്കോടതി എന്താ സാർ പറഞ്ഞത്? ഏറ്റവും ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ പോലും ഈ ഹൈക്കോടതി കൈകാര്യം ചെയ്തു. നിങ്ങൾ തെറ്റായിട്ട് വാർത്ത കൊടുക്കരുത്, നിങ്ങൾ ഇതിനകത്ത് സ്വന്തം നിരീക്ഷണങ്ങൾ കയറി നടത്തിക്കളയരുത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. മറ്റൊരു ഘട്ടത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചു. അപ്പൊ CPMന്റെ വീട്ടിൽ നിന്ന് ആരെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചു. അവസാനം ഹൈക്കോടതി പറഞ്ഞെന്താ? ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവരാളിനെ എടുക്കുന്നത്, ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരെയാണ് എടുക്കുന്നത്. ബഹുമാന്യ ഹൈക്കോടതി കൃത്യമായി നിലപാട് പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ്? SITയുടെ അന്വേഷണം തൃപ്തി രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതിന് അവർ പറയുന്ന സമയം നീട്ടിക്കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഏതാണ്ട് വഴി തെളിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലെ സ്വർണത്തിന്റെ എന്ന് പറയുമ്പോൾ സംഭവം ഈ 2019-25 ഏതാണ്ട് വ്യക്തമായി. ഇനി 2019 പിറകിലേക്ക് അന്വേഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതെ, മുന്നോട്ട് തർക്കമില്ല. മുന്നോട്ട് പോകട്ടെ, 25 വരെയോ 26 വരെ, ഇപ്പൊ 26 ആണല്ലോ, 26 വരെയും. പക്ഷെ അത് 1998 മുതൽ എങ്കിലും വേണം, എങ്കിലേ അതിന്റെ വ്യക്തമായ ചിത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം ശബരിമല കാരണം ദേവനെ വിശ്വസിച്ച് വരുന്ന, വ്രതം എടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധനാലയത്തെ ഏതൊക്കെ കാലത്ത് ആരൊക്കെ കൊള്ള മുതലാക്കി, കൊള്ള സങ്കേതമാക്കി എന്നുള്ളത് ജനം അറിയേണ്ടതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് അന്വേഷിക്കട്ടെ, നടക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നം ശ്രീ ഗോപൻ, ഇവിടെ ഈ ഇഡിയുടെ കൺവിക്ഷൻ റേറ്റോ അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റോ ഒക്കെ പരിതാപകരമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ കേസിൽ ഇഡി ലാൻഡ് ചെയ്യുന്നൊരു ഗ്രൗണ്ട് ഇല്ലേ? അല്ല അയ്യപ്പദാസ, ഇഡി ലാൻഡ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇഡി എപ്പോഴാണ് വരേണ്ടത്? ഹൈക്കോടതി സമ്മതിച്ചോ ഇഡി വരാൻ?
ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. SIT തെറ്റാണെന്ന് പറഞ്ഞു. SITയുടെ പരിധി നിൽക്കത്തില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചോ? SIT ബാംഗ്ലൂർ പോയല്ലോ, SIT മറ്റ് സ്റ്റേറ്റുകളിൽ പോയല്ലോ. SITയെ കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബഹുമാന്യ ഹൈക്കോടതി പറഞ്ഞാൽ EDO CBI വരുന്നതിന് ആർക്കാ തർക്കം? മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് ആദ്യം ഹൈക്കോടതി കമ്മീഷനെ വെക്കാൻ ആവശ്യപ്പെടുമ്പോൾ എതിർത്തിട്ടില്ല. അല്ല, നിയമത്തിലില്ല. പക്ഷെ ഞങ്ങൾ EDO CBI വരുന്നതിന് ആദ്യം ബഹുമാന്യ ഹൈക്കോടതിയോട് അന്വേഷിക്കാൻ, ഏത് ഏജൻസിയെ വെച്ച് അന്വേഷിക്കാനും സംസ്ഥാന ഗവൺമെന്റ് പറയുമ്പോൾ EDയും CBI ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ വിശ്വാസ്യത തകർന്ന കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്ന ED ഇതിൽ രംഗപ്രവേശം ചെയ്തത് തന്ത്രി സമൂഹത്തെ രക്ഷിക്കാനാണെങ്കിൽ അത് കേരളീയ സമൂഹം ചേർക്കും. അത് തർക്കമില്ല. കാരണം ദേവന്റെ അനുജ്ഞ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ശുദ്ധമായ അസംബന്ധം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കൊടിമരം പൊളിച്ച് വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോയി കോടിക്കണക്കിന് വാജിവാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പൊ നോക്കൂ. ഇന്നലത്തെ ഉത്തരവിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് ആ കൊടിമരം മാറ്റാനുള്ള തീരുമാനം ആരാണ് എടുത്തത്, അതിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അപ്രൂവൽ എന്താണ്, ഈ വാജിവാഹനം കൊടുക്കുന്ന സമയത്ത് അന്നത്തെ ASP കുറുപ്പ്, അദ്ദേഹമാണ് അഭിഭാഷക കമ്മീഷൻ, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷന്റെ സേവനം സ്തുത്യർഹമാണെന്നൊരു ഉത്തരവും ഹൈക്കോടതിയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. പാരമ്പര്യ വിധി പ്രകാരം നിയമപരമായിട്ടും അതന്ന് കൈമാറിയതാണ്, അത് ശരിവെച്ചുകൊണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ കൊടിമരത്തിന്റെ കേസിൽ ഒരു പ്രശ്നമുള്ളത്, പൂർണ്ണമായും ലോഹം എന്ന് പറയാൻ പറ്റില്ല. അതിലൊരു വസ്തുത, അതിന്റെ തടി കൊണ്ടുണ്ടായിരുന്ന ഭാഗം ശാസ്ത്രീയമായി എങ്ങനെയാണോ ദഹിപ്പിക്കേണ്ടത് അങ്ങനെ ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുള്ള റെക്കോർഡും കോടതിയുടെ മുന്നിലുള്ളതാണ്. പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട്, ആ കൊടിമരം അങ്ങനെ മാറ്റാവുന്ന നിലയിലായിട്ടുണ്ടോ, അതിനെടുത്ത തീരുമാന പ്രക്രിയ ആരുടേതാണ്, അതിന് പിന്നെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അയ്യപ്പദാസെ, അതിലൊരു പ്രശ്നമുണ്ട്. 2025 പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഇത് മാറ്റി സ്ഥാപിച്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടല്ലോ. ഹൈക്കോടതി മറ്റേത് കേസ് നടക്കുമ്പോഴല്ലോ, കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ട് കൊടുത്തല്ലോ. അപ്പൊ അന്വേഷിക്കണ്ടല്ലോ. മറ്റേതെങ്ങനെയാ സംഭവിച്ചത്? 2012 ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ ഇത്തരം മൂല്യവസ്തുക്കൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഹൈക്കോടതി ഈ സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി റിപ്പോർട്ട് ചെയ്യപ്പെടുക മാത്രമാണ്. അല്ലാതെ ഇത്തരം അന്വേഷണം ഒന്നും അന്നത്തെ കാലത്തില്ല. അതുകൊണ്ട് അത് സംശയത്തിന് തെളിവില്ല. മൂന്നാമത്തെ കാര്യം, ഈ ഉത്തരവ് നിലനിൽക്കെ അവിടെ ഇങ്ങനെ ഒരു തെറ്റായ അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺക്രീറ്റ് ചെതലെടുക്കുക എന്നൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് വാജിവാഹനം മാത്രമല്ല, അവിടെ ഈ പിന്നെ കൊടിമരം മാറ്റി, കൊടിമരത്തിന്റെ വിലയോ കൊടിമരം വിൽക്കത്തോ ഒന്നുമില്ല. കൊടിമരം തടിയാണെങ്കിൽ ദഹിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷെ വാജിവാഹനം അതല്ല. വാജിവാഹനത്തിന് കേട് വന്നിട്ടില്ല. വാജിവാഹനം മാറ്റിക്കഴിഞ്ഞാൽ അത് പുതിയതേ വെക്കാൻ കഴിയുള്ളൂ, നിലവിലുള്ളത് വെക്കാൻ കഴിയത്തില്ല. ഇത് അവർക്കറിയാം. ഇത് തന്ത്രിക്കും ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് വാജിവാഹനം കൊണ്ടുപോയി, ഇനി യഥാർത്ഥ വാജിവാഹനമാണോ അത് റെപ്ലിക്കേഷൻ ആണോ ഉള്ളത് വേറൊരു പ്രശ്നം. പക്ഷെ കൊണ്ടുപോയി ഈ പുറത്തുപോയി പൂജ നടത്തുന്ന ആളാണല്ലോ തന്ത്രി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം തമ്മിലുള്ള ബന്ധം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചതാരാ? അതാണ് പ്രശ്നം. അല്ല, അക്കാര്യത്തിൽ വ്യക്തത വേണം ശ്രീ ഗോപൻ. ഇപ്പൊ നോക്കൂ, ഈ തന്ത്ര സമുച്ചയത്തിലെ 10ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ഈ പാരമ്പര്യ വിധി 15ാം നൂറ്റാണ്ട് തൊട്ട് നമ്മൾ അതാണല്ലോ പിന്തുടർന്ന് പോകുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ. അത് പ്രകാരം ഈ കൊടിമരമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശേഷിക്കുന്നത് വാജിവാഹനം തന്ത്രിക്ക് എന്നുള്ളതൊരു കീഴ്വഴക്കമായി പല തന്ത്രിമാരുടെയും വീടുകളിൽ ഇത് ഇരിപ്പുണ്ട് എന്നുള്ളൊരു വസ്തുതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിലെ നിയമപരമായ വശം ബോർഡിന്റെ ഉത്തരവ് നേരത്തെ വന്നിട്ടുണ്ട്. ഇല്ലല്ല, ഒരു സെക്കൻഡ്. ഈ ബോർഡിന്റെ ഉത്തരവ് 2012 വന്നിരിക്കെ 2017 ബോർഡിന് ഇതിന് കാർമ്മികത്വം വഹിക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ എന്നുള്ള നിയമപരമായ പ്രശ്നമൊക്കെ അവിടെ ഉണ്ട്. നിൽക്കട്ടെ, എന്റെ ചോദ്യം അതല്ല. ED ഇന്ന് ലാൻഡ് ചെയ്യുമ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സെനാരിയോ CPM മുന്നിൽ കാണുന്നുണ്ടോ? അതായത് ഇതിന്റെ സംസ്ഥാനത്തെ പുറത്തെ ബന്ധം, പണമിടപാട്, ഇതെവിടേക്ക് പോയി നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ ഒറിജിനൽ അല്ല തിരിച്ചു വന്നതെങ്കിൽ, അതായത് സ്വർണം ചുരണ്ടിയെടുത്ത് പഴയ പാളി കൊണ്ടുവച്ചതല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പഴയത് യഥാർത്ഥ പാളി എവിടെയോ ആണ് എന്നാണെങ്കിൽ അറിയില്ല ഇതിന്റെ വ്യാപ്തി എങ്ങോട്ട് പോകുന്നു. നാളെ CBIക്ക് പോലും വരാൻ പറ്റുന്ന തരത്തിൽ, കോടതിക്ക് തന്നെ ഉത്തരവിടാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു അന്വേഷണമാണ് ED തുടങ്ങി വെക്കുന്നത് എന്നൊരു നിയമ ഭാഷ്യമുണ്ട്. ആ വശത്തെക്കുറിച്ച് CPM മനസ്സിലാക്കുന്നുണ്ടോ? ശ്രീ അയ്യപ്പദാസെ, വലിയ പെരുന്നാളിന് വാപ്പ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ചെറിയ പെരുന്നാളിന്. ഇത് ഗവൺമെന്റിന്റെ ചുമതലപ്പെടുത്തുന്ന ദേവസ്വം ബോർഡ്, പിന്നീട് സർക്കാരിന് ഇതിൽ യാതൊരു കാര്യമില്ല. അല്ല, അത് തന്നെ, അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് സർക്കാർ ചുമതലപ്പെടുന്ന ദേവസ്വം ബോർഡാണ്. അവർക്ക് ഈ ഭരണപരമായി വീഴ്ച പറ്റിയിട്ടുണ്ടോ? അവർ നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാണോ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഈ CPIM-നെ സംബന്ധിച്ച് ഇനി CPM-ന്റെ ആരുടെയെങ്കിലും അവധാനത കുറവുണ്ടോ, ഇനി ബോധപൂർവ്വം എന്തെങ്കിലും ചെയ്തെന്നായിക്കോട്ടെ, ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറയാം. ആര് പ്രൊട്ടക്ട് ചെയ്യുന്ന അയ്യപ്പദാസെ അതിനെ?
ഞങ്ങൾ തുടക്കം മുതൽ എടുക്കുന്ന നിലപാടെന്താ? അയ്യപ്പന്റെ സ്വർണം ഒരു തരി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കും. ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളെ ചുമതലപ്പെടുത്തി. അതിപ്പോൾ കണ്ടല്ലോ, അതിന്റെ ഗുണവും കണ്ടല്ലോ. രാഷ്ട്രീയക്കാർ ഭരിച്ചാൽ ഗുണമില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ നിങ്ങൾ പൊളിറ്റിക്സ് ലീഡർഷിപ്പ് വേണ്ട, അല്ലാത്ത ഒരാൾ പോട്ടെ എന്നും ഞങ്ങൾ തീരുമാനിച്ചു. എന്താ അത് ഞങ്ങളുടെ സൗദ്ദേശം. അത് ഒരു കാരണവശാലും ശബരിമല പോലുള്ള ആരാധന സ്ഥലങ്ങളിൽ നിന്ന് 10 പൈസയുടെ ഒരു അവിഹിതം സംഭവിച്ചുകൂടാ എന്ന കടുത്ത വാശയങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജയചന്ദ്രൻ മാഷെ, ഞങ്ങളുടെ മടിയിൽ കനവില്ല. പരാമർശങ്ങൾ താങ്കളും വായിച്ചു കാണും. ഇന്നലെ ഇറങ്ങിയ ഈ ഉത്തരവിലുണ്ട് എന്നുള്ള കാര്യം താങ്കളും വായിച്ചു കാണും. 9 പേജായി ഇറങ്ങിയ ഉത്തരവിൽ. അപ്പോൾ അതായത് ആദ്യമേ കോടതിക്ക് ഒരു സംശയമുള്ളത് ഈ 2019 കാര്യങ്ങൾ മറച്ചു വെക്കാനാണോ 2024-25 കോടതിയുടെ അനുവാദമില്ലാതെ പാളികൾ പുറത്തേക്ക് പോയെന്നൊരു സംശയമുണ്ട്. ആ 24-25 കൃത്യമായ എസ്റ്റാബ്ലിഷ് എന്ന തരത്തിലേക്ക് അന്വേഷണം പോകണമെന്നുകൂടി ഈ ഉത്തരവിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, മറ്റ് CPM-ന്റെ ഉറ്റ ബന്ധു ആയിട്ടുള്ള ആളുകളൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ അതിലേക്ക് 2021 മാത്രം നിങ്ങളുടെ സഖ്യത്തിലേക്ക് വന്ന് നിങ്ങൾ ചുമതലയേൽപ്പിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 അംഗങ്ങൾ കൂടി ജയിലിലേക്ക് പോകുന്നൊരു സാഹചര്യം തള്ളിക്കളയാവുന്നതല്ല ശ്രീ ഗോപൻ. അല്ല, ജയിലിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല ഈ പദാസെ. അത് നേരത്തെ ഉള്ളവരായാലും ഇപ്പോഴുള്ളവരായാലും. കാരണം ശബരിമലയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബോധപൂർവമോ അല്ലാതെയോ വീഴ്ച പറ്റിയാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന നിലപാട് CPM എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ഈ പറഞ്ഞ നിലപാട്, അതായത് PS പ്രശാന്തിനോ എനിക്കറിയില്ല കേട്ടോ, പക്ഷേ PS പ്രശാന്തിനൊക്കെ വീണ്ടും ചോദ്യം ചെയ്യും. കോടതിയുടെ ഇന്നലത്തെ ഉത്തരവ് വായിച്ചാൽ 2024-25 കുറിച്ചും വളരെ ഗൗരവത്തോടെ കോടതി സമീപിക്കുന്നു എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ ഞങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന നിങ്ങളുടെ സാമാന്യവാദം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. കാരണം 2018-19 ഒരു ബോർഡ് ആ ഘട്ടത്തിൽ കേരളം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ കൊള്ള LDF ഭരിക്കുന്ന കാലത്ത് നടക്കുന്നു. മറ്റൊരു ബോർഡ് വരുന്നു, അതിന്റെ തുടർച്ച സംഭവിക്കുന്നു വെച്ചാൽ എന്താണ്? 2 തുടർ ഭരണങ്ങളുടെ ഇടയിൽ ശബരിമല പോലൊരു ആരാധനാലയത്തെ CPM അല്ലെങ്കിൽ CPM നയിക്കുന്ന സർക്കാരിന്റെ കാലത്ത് കൊള്ള സങ്കേതമാക്കി മാറ്റിയെന്നാണ്. അയ്യപ്പദാസ, ഇങ്ങനെ കടുത്ത വാക്കൊന്നും ഉപയോഗിക്കല്ലേ. കാരണം 2ാമത്തെ പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയല്ല അത് കൊടുത്തു വിടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചില്ല, അയാൾ ചോദിച്ചിട്ടും കൊടുത്തില്ല. നേരിട്ട് ആണ് അവിടെ ഉദ്യോഗസ്ഥരും വിജിലൻസ് ഓഫീസേഴ്സ് എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടാണ് 2025 സ്വർണ്ണപ്പാളി പുതുക്കിക്കൊണ്ടുവരുന്നത്. 2019 മാറ്റുന്നതിനകത്താണ് ഈ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയില്ലെന്നുള്ള പ്രശ്നമുള്ളത്. പക്ഷേ അതും തന്ത്രിയുടെ അനുജ്ഞപ്രകാരമാണ്. ഈ കൊടിമരം മാറ്റിയതുപോലെ തന്ത്രിയുടെ അനുജ്ഞപ്രകാരമാണ്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് അഭിനയിക്കുന്നവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. CPM-നെ സംബന്ധിച്ചോളം ശബരിമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വികസനത്തിന് വേണ്ടി ഊന്നൽ കൊടുക്കുകയും അവിടുത്തെ ആചാര സംരക്ഷണത്തിന് അവിടുത്തെ നിയമാവലികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്.